ഗാനഗന്ധർവൻ എന്നല്ല എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ശരിക്കും ഗന്ധർവൻ എന്ന് ആ ശബ്ദം, അത് ശരിക്കും ഗന്ധർവന്റെ ശബ്ദം തന്നെയാണ്. അദ്ദേഹം പാടുന്ന പാട്ടുകളായാലും ശരി, ഇതുവരെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പാട്ടുകളെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഇനി അതിലും കൂടുതൽ നന്നാക്കാനോ ഇനി അതിൽ കൂടുതൽ മനോഹരമായിട്ട് വേറെ പാടാൻ പറ്റില്ല. അതത്രയ്ക്ക് അദ്ദേഹം പാടി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു മാനസ ഗുരുവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. മലയാളികളെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ശബ്ദം ദാസേട്ടൻ്റെ ആയിരിക്കും. ഇപ്പം ഈ ഒരു നിമിഷം തന്നെ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും ദാസേട്ടൻ്റെ പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ചെമ്പൈ സ്വാമി. ഞാൻ ദാസേട്ടൻ്റെ മാനസ ഗുരുവായിട്ടാണ് കാണുന്നത് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ചെമ്പൈ സ്വാമി. ചെമ്പൈ സ്വാമിയുടെ ശിഷ്യൻ ശ്രീ ടി വി ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ. ഈ ദാസേട്ടനെ ചെമ്പൈ സ്വാമിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എൻ്റെ ഗുരുനാഥനാണ്. ഞാൻ ആ ഒരു ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു ആളാണെന്നുള്ളത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. ചെമ്പൈ സ്വാമിയുടെ, ദാസേട്ടൻ്റെ, എൻ്റെ ഗുരുനാഥൻ ടി വി ജി സാറിൻ്റെ ഒക്കെ ആ ഒരു പരമ്പരയിൽ പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. കൂടെയുള്ള സിംഗേഴ്സിനെയൊക്കെ കെയർ ചെയ്യുന്നൊരു സ്വഭാവം കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ദാസേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള സിംഗേഴ്സിനെയൊക്കെ ദാസേട്ടൻ കെയർ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളത്തെ വെളി ഗ്രൗണ്ടിൽ ദാസേട്ടൻ്റെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ, ദാസേട്ടൻ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം, ഞാനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അന്ന് ഞാൻ മാനേ മലരമ്പൻ എന്നുള്ള അതിൻ്റെ ട്രാക്ക് പാടിയത് ഞാനാട്ടോ. അയാൾ കഥ എഴുതുകയാണ്. അപ്പോൾ അന്ന് ആ പാട്ടും പാടുന്നുണ്ട്, ഹരിമുരളിരവം പാടുന്നുണ്ട്. അപ്പോൾ അന്ന് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേജിൻ്റെ താഴെ നിൽക്കുന്നുണ്ട്. ദാസേട്ടൻ സ്റ്റേജിൻ്റെ മുകളിൽ ഇരിക്കുക, തലയിൽ ഇങ്ങനെ ഒരു ടവലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മഴ, ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മഴ കൊണ്ട് നിൽക്കുക അവിടെ, മഴ സംസാരിച്ച് നിൽക്കുക. ഞാൻ ചെറിയ മഴയല്ലേ, കാര്യമാക്കിയില്ല. എടാ കയറി വന്നടാ, ഇവിടെ വന്നേ, മഴ നനയാണോ, നിനക്ക് പാട്ട് പാടണ്ടേ, അതുപോലെ തന്നെ ഒരിക്കൽ തിരുവനന്തപുരം സെനറ്റ് ഹാളിലൊരു പ്രോഗ്രാമിൽ, സെനറ്റ് ഹാളിലാണോന്ന് ഓർമ്മയില്ല, അവിടെ ശ്രീമൂലം ക്ലബിലാണോ എന്നറിയില്ല, ഓർമ്മയില്ല, ഒരു പ്രോഗ്രാമിൽ 7 സ്വരങ്ങളും പാടി. ആ 7 സ്വരങ്ങളുള്ള പാട്ടിന് ആ ഓർഗനൈസേഴ്സ് ഡാൻസ് വെച്ചു. 7 സ്വരങ്ങളും എന്നുള്ള പാട്ടും ഡാൻസും തമ്മിൽ അത്ര അതെനിക്ക് ഓർമ്മയുണ്ട്. മധു ഉണ്ടോ? ഞാനുണ്ട് അവിടെ. ചേട്ടനുണ്ടോ? ശരി. അപ്പൊ ഡാൻസ് മധു പാടുന്ന സമയത്ത് ഡാൻസ് ചെയ്തു. അപ്പൊ ആ പാട്ട് കഴിഞ്ഞ ഉടനെ മധുവിനെ വിളിച്ചിട്ട് ഞാൻ പാടിയിട്ട് കയറിപ്പോയി. അപ്പൊ ദാസേട്ടൻ ആ ഓഡിയൻസിന്റെ അവിടെ നിന്ന് കയറി വന്നിട്ട്, ദാസേട്ടൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ഫ്രണ്ട് റോയിൽ നിന്ന് കയറി വന്നു. അപ്പൊ ഞാൻ കയറി അകത്തേക്ക് പോയി. അപ്പൊ ദാസേട്ടൻ വിളിക്കണു എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് വീണ്ടും സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേക്കും ദാസേട്ടൻ സ്റ്റേജിലെത്തി. എടാ ഇവിടെ വന്നേടാ, നീ നടുക്ക് നിന്നാ പാടണ്ടേ, നീ സൈഡിൽ നിന്ന് പാടേണ്ടവനല്ല, നടുക്ക് നിന്ന് പാടണം. എന്നെ കൊണ്ട് വീണ്ടും പാടിപ്പിച്ചു, വീണ്ടും പാടി.